അന്ന് നമുക്ക് പറയാനുള്ളത്, നമുക്ക് നിൽക്കാനുള്ള സത്യത്തിൻ്റെ ഭാഗത്താണ്. സത്യമെന്ന് പറഞ്ഞാൽ കോടതി വിധി വരുന്നത് വരെയുള്ള സത്യമല്ല. ഈ കേസ് തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, അതായത് നല്ലൊരു നേതാവ് പി ടി തോമസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ആ പി ടി തോമസ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കേസിനെ കുറിച്ച് ഇത്രയും കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയോ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയോ ചെയ്യുമായിരുന്നില്ല. അതൊരു നിമിത്തം പോലെയാണ് പലരും കാണുന്നത്. കാരണം ഇതില്ലാതാക്കാൻ വേണ്ടി കുറേ പേര്, അതിനുശേഷവും പലരും തുനിഞ്ഞിറങ്ങി, അവിടെയൊക്കെ പരാജയപ്പെട്ടു. വേറൊരു നടി, നമുക്ക് ഇപ്പോൾ ദിലീപ് എട്ടാം പ്രതിയാണ് എന്ന് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ പീഡനത്തിന് ഇരയായ നടിയുണ്ട്. ആ നടിയുടെ മനോധൈര്യത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. തകർന്നു പോകുമെന്ന് വിചാരിച്ച ഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളില്ല തകർക്കാൻ ശ്രമിക്കുമ്പോൾ, വിവാഹം വരെ തകർക്കാൻ ശ്രമിച്ചിട്ട് പോലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെണീറ്റ് വരാൻ ആ നടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്.